അപ്പോൾ മെക്കാനിസം ഓഫ് സ്പിരിച്വാലിറ്റിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അത് ഉടമ്പടിയുടെ ഒരു ഫോർമാറ്റിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യന് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ വിട്ടുപിരിയുക. അയാളെ പരീക്ഷക്കതേ തോറ്റുള്ളൂ, പക്ഷെ പരിശുദ്ധാത്മാവ് വിട്ടുപിരിഞ്ഞിട്ടില്ല. അതാണ് ഇതിനകത്ത് മെയിൻ പോയിന്റ്. മനസ്സിലായില്ലേ? രോഗം വരാം, പക്ഷെ പരിശുദ്ധാത്മാവ് വിട്ടുപിരിയരുത്. നമ്മളൊരു വിഷയത്തിൽ പരാജയപ്പെടാം. ചിലപ്പോൾ നിങ്ങളുടെ വിസ വി ആർ വെരി സോറി ടു ടെൽ യു എന്നൊക്കെ പറഞ്ഞ് സായിപ്പ് ഡിപ്ലോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് കത്ത് കിട്ടും. സംഭവം നടക്കത്തില്ലെന്നാണ് പറയണത്. അപ്പോൾ അവർ നല്ലവണ്ണം സംസാരിക്കാൻ അറിയാവുന്ന കാരണം ഭയങ്കര സ്വാപ്പിട്ടാണ് അവർ നമുക്ക് റിജക്റ്റ് ചെയ്ത കാര്യം നമ്മളോട് പറയണത്. കാര്യം അവിടെ രീതി അതാണ്. ആളെ കൊല്ലാൻ തന്നെ കസേരയിരുത്തി പതുക്കെ ഷോക്ക് ചെയ്ത് കൊല്ലുന്ന പാർട്ടിയല്ലേ. ആൾക്ക് തൂക്കി, നമ്മളാണെങ്കിൽ പിടിച്ച് തൂക്കിക്കൊല്ലു. അപ്പോൾ അവർ കൊല്ലണ രീതികൾക്ക് വ്യത്യാസമുണ്ടെന്ന് പറയാം. അവർ പറഞ്ഞിരിക്കണത് ഇതാണ്, നടക്കത്തില്ല, വേറെ രാജ്യം അന്വേഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പറയുമ്പോൾ അവർ ആദ്യം പഞ്ഞി വെച്ച് തൂത്ത്, സ്പിരിറ്റ് കൊണ്ട് തൂത്ത്, ഞാൻ കുത്താൻ പോകണമെന്ന് പറഞ്ഞ് എന്നിട്ട് കുത്തി, അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. അല്ലാത്തവരോ നേരിട്ട് കുത്തും, അത്രേ ഉള്ളൂ. അപ്പോൾ സംഭവം നടക്കണ രണ്ട് കുത്ത് തന്നെയാണ്. അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഷോക്കാവും ഇല്ലേ? നമ്മുടെ വിസ റിജക്റ്റ് ചെയ്തെന്ന് കേൾക്കുമ്പോഴേ ഷോക്കാവും. ഈ ഷോക്ക് അബ്സോർബ് ചെയ്യാൻ മിനിമം ഹോളി സ്പിരിറ്റിന് നമ്മൾ നിലനിർത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ മനസ്സിലായില്ലേ? ഇപ്പോൾ അയാൾ അയാൾക്ക് ഷോക്ക് എടുപ്പിക്കാൻ പറ്റിയില്ലല്ലേ? നവീൻ ജോസഫിനെ ഷോക്ക് എടുപ്പിക്കാൻ പറ്റിയില്ല. അയാൾ പരീക്ഷയ്ക്ക് തോറ്റു. അയാൾ എന്താ പറയണത്? ആസിഫ് ഞാനതിൽ ജയിച്ച പോലെ എനിക്ക് തോന്നിയെന്നാണ് പറയണത്. എനിക്ക് ഐ ആം എൻഗ്രേസ്ഡാണ്. ഇത് മിനിമം ഹോളി സ്പിരിറ്റ് കീപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിഷയമാണ്. എൻ്റെ മക്കൾ, നിങ്ങളുടെ ലക്ഷ്യമുണ്ടല്ലോ, നിങ്ങൾ ഈ പറയുന്ന ഉടമ്പടി വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ഗുണദോഷങ്ങളിൽ ചിലപ്പോൾ സുഖമോ സന്തോഷമോ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ നിന്ന് ആ ഒരു ലെവലിൽ നിങ്ങൾ മാറിയിട്ട് പരിശുദ്ധാത്മാവിനെ കീപ്പ് ചെയ്യാൻ നോക്കണം. കർത്താവ് നൽകിയ വചനം ഇതാണ്, ഫിലിപ്പിയർ 4:11. എനിക്കെന്താണ് കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയണത്. പിന്നെന്താ? ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലേ അയാളെ അങ്ങേരെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് എൻ്റെ അർത്ഥം. കാര്യം പഠിക്കണ കാര്യമൊക്കെ ദൈവത്തിൻ്റെ ഒരു പരിപാടിയാണ്. നിങ്ങൾ ദൈവത്തോട് പറയണം, അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടും. 6:45 ഒന്ന് വായിച്ചേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും 4:45 വായിച്ചോളൂ. 6:45. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും. ഈ 6:45 കൂടെയാണ് ഫിലിപ്പിയർ 4:11 വായിക്കേണ്ടത്. എന്താണ്? എനിക്ക് എന്തിനും കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്. പറഞ്ഞ കാരണം ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അങ്ങേരെ ദൈവം പഠിപ്പിച്ചിട്ടുണ്ട് എന്നാ പറയണ. കൈയെടുത്ത സാഹചര്യമാണ്. IT പരീക്ഷയ്ക്ക് തോറ്റു, അതാണ് സാഹചര്യം. പക്ഷേ ഫിലിപ്പിയർ 4:11 ഇവർ വർക്കൗട്ട് ചെയ്തത് എന്താണ്? ആ സാഹചര്യത്തിൽ അയാൾക്ക് സംതൃപ്തിയുണ്ട്. എന്താണ്? അത് അയാളെ പഠിപ്പിച്ചിരിക്കുകയാണ്. ആരാണ് പഠിപ്പിച്ചിരിക്കുന്നത്? ദൈവം പഠിപ്പിച്ചിരിക്കുകയാണ്. എന്താ കാര്യം? ഗ്രേസ് ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ മക്കളെ, നമ്മൾ എന്ത് സംഭവിച്ചത്? നമ്മളുടെ സ്പിരിച്വാലിറ്റി നിങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു നല്ലതുപോലെ കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ നമ്മളിങ്ങനെ ചിരിച്ചും സന്തോഷിച്ചൊക്കെ നടക്കും. പക്ഷേ നെഗറ്റീവ് ഹാപ്പൻ ചെയ്താൽ നെഗറ്റീവ് നമ്മുടെ സ്പിരിച്വാലിറ്റി അഡ്രസ്സ് ചെയ്യുന്നില്ല. അതാണൊരു പ്രശ്നം. പക്ഷേ ബിബ്ലിക്കൽ സ്പിരിച്വാലിറ്റി ആക്ച്വലി വി വിൽ ഫോക്കസ് അപ്പോൺ ദി നെഗറ്റീവ്സ്. അയാൾ പറഞ്ഞു കേട്ടില്ലേ? കാര്യം അനുഗ്രഹം എന്ന് പറയുന്നത് ഫിസിക്കൽ ഫേവേഴ്സാണ്. അതിനകത്ത് PR-ഉം പരീക്ഷാ വിജയവും ഒക്കെ ഉണ്ട്. നിങ്ങളുടെ രോഗസൗഖ്യമൊക്കെ അനുഗ്രഹത്തിലുള്ളതാണ്. അത് ഫിസിക്കാലിറ്റിയെ ബാധിക്കുന്നതാണ്. ഇനിയുള്ള വിഷയമെന്ന് പറയുന്നത് വേറൊരു സംഭവമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് വിചാരിച്ചോ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, അത് നെഗറ്റീവ് അല്ല. ശരിക്കും ഞാനിപ്പോൾ ഒരു 90കളിൽ ഒരു 3 സെൻറ്റ് സ്ഥലം കിട്ടാൻ വേണ്ടി 90-ൽ എനിക്കറിയാം, എനിക്ക് കർത്താവ് എനിക്ക് നോട്ട് തന്നായിരുന്നു. ശുശ്രൂഷ കർത്താവ് കണ്ടിന്യൂ ചെയ്യുമെന്ന്. അപ്പോൾ ഇത് 84 തുടങ്ങിയ ശുശ്രൂഷയാണ്. അപ്പോൾ 90 ആയപ്പോൾ എനിക്ക് കർത്താവ് എനിക്ക് നോട്ട് തന്നായിരുന്നു. കൃപാസനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 92-ലാണ്. രജിസ്റ്റർ ചെയ്യുന്നപ്പോൾ തന്നെ എനിക്ക് കർത്താവ് പറഞ്ഞായിരുന്നു ഒരു കൗൺസിൽ സെൻറ്റർ തരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു 3 സെൻറ്റ് സ്ഥലവും. അപ്പോൾ ഞാനന്ന് കൊച്ചച്ഛനാണ്, വെറും കൊച്ചച്ഛൻ, അച്ഛനായിട്ട് 2 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ. 34 കൊല്ലം മുമ്പുള്ള കഥ പറയണത്. അതായത് ഇപ്പോൾ ഉറപ്പിച്ചുകൊണ്ട് മനപ്പുറം പറയണതല്ല, ഇപ്പോൾ ഇത് ഉറച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അപ്പോൾ ഞാൻ അവിടെ ഈ 3 സെൻറ്റ് സ്ഥലത്തിന് വേണ്ടി ഈ തുമ്പോളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ,
ആലപ്പുഴ ഉള്ളതാണ്, തീരദേശത്തെ സ്ഥലമാണ്. പിന്നെ അർത്തുങ്കൽ, നിങ്ങൾക്കറിയാം അർത്തുങ്കൽ. അവിടെ നിന്ന് നടന്ന് ഇപ്പോൾ നമ്മൾ ജോമാല നടത്തിയ പോലെ ഞങ്ങൾ 3 പേരും കൂടി ജോമാല നടത്തിയിട്ടുണ്ട്. ഞാനും തങ്കച്ചനും പീറ്ററും, ഞങ്ങൾ 3 പേര് ഇപ്പോഴും ഉണ്ട് ഞങ്ങളുടെ എൻ്റെ കൂടെ. അവർ 30 കൊല്ലമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. അവർ അന്ന് ഞങ്ങൾ ഈ തുമ്പോളിൽ നിന്ന് അർത്തുങ്ക വരെ ജോമാലയും പിടിച്ചുകൊണ്ട് നടന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തിനാണ്? 3 സെൻറ്റ് സ്ഥലം കിട്ടാൻ. മനസ്സിലായില്ലേ? എന്നിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ചതിനെ വിളിച്ചു, ചെത്തിയൊരു സ്ഥലം കണ്ടുപിടിച്ച്, ചെത്തിയൊരു സ്ഥലമുണ്ട് അവിടെ. 1 കൊല്ലം അതിനു വേണ്ടി അടയിരുന്ന പോലെ പ്രാർത്ഥിച്ച്. പക്ഷെ ആ സ്ഥലം കർത്താവ് തന്നില്ല. ആ രൂപതയുടെ പള്ളിയുടെ സ്വന്തം സ്ഥലമായിട്ട് പോലും, പള്ളിക്കമ്മറ്റി തീരുമാനിച്ചത് പോലും എനിക്ക് കിട്ടിയില്ല സ്ഥലം. പക്ഷെ 97 ആയപ്പോൾ ഇവിടെ താമസിച്ചിരുന്ന ഒരു സന്യാസി വര്യനായ ഒരു ഫ്രാൻസിസ് ബ്രദർ ഉണ്ടായിരുന്നു. പ്രായമായിരുന്നു. എന്നെ കാണാൻ വേണ്ടി എൻ്റെ ഇടവക വന്നു ഒരു 11 മണിയായപ്പോൾ 97. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ എൻ്റെ സ്ഥലം കുറച്ച് അച്ചടി തരാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ബാക്കി എൻ്റെ സ്ഥലം കുറച്ച് ഈ കിടന്ന ഇവിടെ അന്ന് ഈ തെങ്ങൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണിത്. 2 തെങ്ങും കുറച്ച് തലപോയ തെങ്ങൊക്കെ ആയിരുന്നു. ഈ സ്ഥലം അച്ഛൻ വിലക്കെടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ കുറേ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ നടന്നിട്ട് എനിക്ക് 1,40,000 രൂപ കിട്ടി. നമ്മൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടി വായ്പ വാങ്ങിച്ചതാണ്. ആ 40,000 രൂപയ്ക്കാണ് സ്ഥലം, 1,40,000 രൂപയ്ക്ക് ഈ സ്ഥലം എടുത്തിരിക്കണം 97. ഇത് 17 സെൻറ്റ് ബ്രദർ തന്നു. പിന്നെ ആ കാണുന്ന സ്ഥലമൊക്കെ നമ്മൾ കുറേ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ്. ആ ഒരു സെൻറ്റ് 8 സെൻറ്റ് തന്നെ. ആ കാണുന്ന ബിൽഡിങ് നിൽക്കുന്ന നിങ്ങളുടെ ഉടമ്പടി ഓഫീസ് നിൽക്കുന്ന സ്ഥലം 8 സെൻറ്റിന് ഏതാണ്ട് 37 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ചത്. അപ്പോൾ പിന്നെ കാലം മാറിയപ്പോഴേ പെട്ടെന്ന് ഇതിൻ്റെ ചേഞ്ച് വന്നപ്പോൾ ഇതെല്ലാം ആൾക്കാർ വന്ന് കയറി ഇറങ്ങിയപ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ വില കൂടിപ്പോയി. അപ്പോൾ ഞാൻ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഞാൻ ചോദിച്ച സ്ഥലം ദൈവം എനിക്ക് തന്നില്ല. അതിന് ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് 1 കൊല്ലം പ്രാർത്ഥിച്ചില്ലേ അല്ലേ? ഞാൻ ചോദിക്കാത്തത് എനിക്ക് ദൈവം തന്നു. ആ ചോദിച്ച സ്ഥലം എനിക്ക് കിട്ടാഞ്ഞ എന്താണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാവും. കാര്യം അവിടെ ഒരു പുഴയുടെ ഒരു പാലം ഉണ്ടായിരുന്നു. ആ പാലം വന്ന് തിരശ്ചീനമായിട്ട് പുഴക്ക് നേരെ കിടക്കിയിരുന്നു. ഇപ്പോൾ ഗവൺമെൻറ് അത് പൊളിച്ചിട്ട് 3-4 അടി പൊക്കത്തിലേക്ക് ആ പാലം 3-4 മീറ്റർ പൊക്കത്തിലേക്ക് ആ പാലം ഉയർത്തി. അപ്പോൾ ആ സ്ഥലത്തിലേക്ക് ഇപ്പോൾ ഇറങ്ങണമെങ്കിൽ ഏണി വെച്ച് ഇറങ്ങണം. അതാണ് സംഭവം. അത് നമുക്കറിയത്തില്ലാഞ്ഞല്ലോ, അത് ഇന്നാളെ സംഭവിച്ച കാര്യമാണ്. അപ്പോൾ ദൈവത്തിന് നേരത്തെ മുൻകൂട്ടി നിൻ്റെ ഭാവിയിൽ നിനക്ക് എന്താണ് സംഭവിക്കാൻ പോകും. നിങ്ങളിപ്പോൾ ചോദിക്കുന്ന പലതും മണ്ടത്തരങ്ങളാണ്. അതെങ്ങനെ തന്നാൽ നിങ്ങളുടെ കാര്യം ജീവിതം തീരും. നിങ്ങൾ ചോദിക്കുന്ന ചില കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് തരികയാണെങ്കിൽ അത് വെച്ച് തന്നെ നിങ്ങളുടെ ജീവിതം തീരും. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ പറയാൻ, കർത്താവ് ഇപ്പോൾ എൻ്റെ കൊച്ചു ബുദ്ധിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്, പിന്നെ എല്ലാം നിൻ്റെ ഇഷ്ടം, നിനക്ക് കാര്യം അറിയാമല്ലോ, നിനക്ക് ഭാവിയും എല്ലാം അറിയാമല്ലോ. അപ്പോൾ ഒത്തിരി സമർപ്പണത്തിൻ്റെ പോയിൻറ്റ്സ് നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകും ഒരു കാര്യത്തിലും. അതുകൊണ്ട് ഈ മരിയൻ സ്പിരിച്വാലിറ്റിയാണ് നമ്മൾ ഫോളോ ചെയ്യണത്. അമ്മയുടെ ഒരു വിഷയമെന്ന് പറയുന്നത്, അമ്മയുടെ ജീവിതത്തിലെ ഒരു നെഗറ്റീവ് സംഭവിച്ചു കഴിഞ്ഞാൽ അമ്മ കുറഞ്ഞ പക്ഷം ഒരു റിയാക്ഷൻ എടുക്കണമെന്ന് വെച്ചാൽ മിണ്ടത്തില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? അതാണ് അമ്മയുടെ ഒരു രീതി. അപ്പോൾ ഒരു നെഗറ്റീവ് നമ്മുടെ സ്പിരിച്വാലിറ്റി വന്നിരിക്കുന്നത്, നമ്മുടെ ആധ്യാത്മികതയിൽ നമ്മൾ പോസിറ്റീവിനാണ് എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ പോസിറ്റീവിനേക്കാൾ പ്രാധാന്യമാണ് നെഗറ്റീവിനുള്ളത്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അത് ബ്ലെസ്സിങ്സാണ്. ക്യാഷ് ആൻഡ് കൈൻഡ് ഫിസിക്കൽ ബ്ലെസ്സിങ്സാണ് നമുക്ക് കിട്ടുന്നത്, ഫിസിക്കാലിറ്റിയിലുള്ളതാണ്. പക്ഷേ അതിൻ്റെ നെഗറ്റീവിൽ ഇപ്പോൾ ഇയാൾ ജോസഫ് നെവിൻ എന്താ പറയണത്? അയാൾ പറയണത്, ഞാൻ പരീക്ഷയ്ക്ക് തോറ്റു, പക്ഷേ എനിക്ക് ഗ്രേസ് ഫീൽ ചെയ്തെന്നാണ്. അതിന് അഭിഷേകം എന്നാണ് പറയണത്, അനുഗ്രഹമല്ല. അഭിഷേകം എന്ന് പറയണത് പ്രസൻസ് ഓഫ് ഗോഡാണ്. മറ്റത് ഇഫക്റ്റ് ഓഫ് പ്രസൻസ് ആണ്. തമ്മിൽ വ്യത്യാസമുണ്ട്. ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞാൽ ഇഫക്റ്റ് ഓഫ് പ്രസൻസ് ആണ്. ഇപ്പം നിങ്ങൾക്ക് കാറ്റ് അടിക്കുന്നുണ്ടല്ലേ, അതെന്താണ്? കറണ്ടിൻ്റെ ഇഫക്റ്റാണ്. മനസ്സിലായില്ലേ? കറണ്ട് അടിച്ചാൽ നിങ്ങൾ ചത്തുപോകും, കാറ്റടിച്ചാൽ നിങ്ങൾ ചത്തുപോകത്തില്ല. സിമ്പിളല്ലേ? അതെന്തായാൽ കറണ്ട് കൃപയും അനുഗ്രഹം, അതുപോലെ തന്നെ ബ്ലെസ്സിങ്സ് അതിൻ്റെ ഇഫക്റ്റും അതായത് നമ്മൾക്ക് ലഭിക്കുന്ന കൃപ ലഭിച്ചാൽ അഭിഷേകമാണ് ഉണ്ടാകുന്നത്. അനുഗ്രഹം എന്ന് പറയുന്നത് ഭൗതികമായ ആനുകൂല്യങ്ങളാണ്, ഫിസിക്കൽ ബ്ലെസ്സിങ്സ്. ഈ പലപ്പോഴും നെഗറ്റീവ് ഫിസിക്കൽ ബ്ലെസ്സിങ്സ് കിട്ടാത്തപ്പോൾ ദൈവം ഒന്നും തരാതിരിക്കുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായ? ഇപ്പം നിങ്ങളുടെ ഒരു കല്യാണം മനസ്സമ്മതം കഴിഞ്ഞതാണ്. പക്ഷേ മനസ്സമ്മതം കഴിഞ്ഞാൽ അറിയണത് നമുക്ക് പറ്റിയ കക്ഷിയല്ലെന്ന് പറയുമ്പോൾ ആ കല്യാണം വിട്ടു പോകുമ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കത്തില്ല. ചില പെൺപിള്ളേർ കണ്ടില്ലേ, അവിടെ കട്ടിലെ പോയി പോലെ തേരട്ട പോലെ കിടക്കും, വിളിച്ചാൽ നിൽക്കത്തില്ല. അതുപോലെ തന്നെ അവർ അഭ്യാസം കാണിക്കും അവിടെ. കാര്യം അവർക്കറിയാം, അവൾക്ക് ചമ്മലാണ് ഭയങ്കര. അവൾക്ക് എന്തോ സൗന്ദര്യം കുറഞ്ഞിട്ട് കല്യാണം പോയെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കണത്. അത് വീട്ടുകാർ ആഘോഷിക്കാതിരിക്കാൻ വേണ്ടി അവൾ തേരട്ട പോലെ ചുരണ്ട് കിടക്കുകയാണ്. എന്നിട്ട് അവളെ പൊക്കിയെടുക്കുമ്പോൾ നമ്മൾ കാരണമാണ് കല്യാണം പോയെന്നുള്ളത്. ആ സംഭവം നമ്മുടെ ഗോൾഡിൽ ആ പോസ്റ്റ് അടിക്കാൻ വേണ്ടിയാണ് അവളെ കിടപ്പ് കിടക്കുന്നത്. ഒരു തന്ത്രമാണ്. ഇങ്ങനെയൊക്കെ ഒന്നിറങ്ങിയാൽ നേരം വിളിക്കത്തില്ല. നിങ്ങൾ സ്പിരിച്വാലിറ്റി ഓപ്പൺ ടു ദി സ്പിരിറ്റാണ്. നിങ്ങൾ തുറന്ന കാര്യത്തിൽ ഇതിനകത്ത് ഇങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും കാണിക്കാതെ
ഒരു മനസ്സ് തുറന്ന രീതി ദൈവത്തെ സമീപിക്കണം. ദൈവമേ, ദിസ് ഇസ് ദ ഫാക്ട്, ഐ അക്സെപ്റ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇതാണ് എനിക്ക് സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ നാമത്തെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, അങ്ങ് വിളമ്പി തരുന്നത് എന്തായാലും കയ്പായാലും മധുരമായാലും സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അത് വിളമ്പി തരുന്നത് അങ്ങ് ആയതുകൊണ്ടാണ്. അപ്പൊ എന്റെ വിഷയത്തെക്കാൾ വലുതാണ് എനിക്ക് നിന്റെ സാന്നിധ്യം. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ എന്താണ് ജോസഫിന് ഇവനെ കുറിച്ച് പറയുന്നത്? ആ പരീക്ഷയുടെ പരാജയത്തിന്റെ പൊള്ളല് അയാൾക്കത് ഫീൽ ചെയ്തിരുന്നില്ല എന്നല്ല അർത്ഥം. നമ്മുടെ കുഴപ്പം എന്താ? നമുക്ക് പൊള്ളൽ ഫീൽ ചെയ്യുന്നുണ്ട്, മനസ്സിലായ? അപ്പം അതാണ് ഈ ജഡം മനുഷ്യനെന്ന് പൗലോസ് പറയണത്. ജഡം കർത്താവും അഡ്രസ്സ് ചെയ്യുന്നൊരു വിഷയമാണ്. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല. അതാണ് കർത്താവ് ജഡത്തെക്കുറിച്ചുള്ള അസസ്മെൻ്റ്. അതാണ്. അപ്പം ജഡത്തോട് ബന്ധപ്പെട്ട എന്തെങ്കിലും പരാജയങ്ങൾ സംഭവിച്ചാൽ അത് പരാജയമായിട്ട് കരുതരുത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എന്റെ ശരീരമായി അടിസ്ഥാനപ്പെടുത്തി എന്തെങ്കിലും ന്യൂനതകൾ സംഭവിച്ചാൽ, ഒരു പരാജയം സംഭവിച്ചാൽ, പരാജയമായി തോന്നാത്ത വിധത്തിലെ കർത്താവിന്റെ അഭിഷേകം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ എന്താ പ്രശ്നം വെച്ചാൽ ഇതിന്റെ ആവിയും പൊള്ളലും നെഗറ്റീവ്സിനെ കുറിച്ച് ഞാനിപ്പോൾ സംസാരിക്കണം. കല്യാണം നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ ഒരു വസ്തു എടുക്കാമെന്ന് പറഞ്ഞു, അവർ നമുക്ക് അഡ്വാൻസ് തന്നതാണ്. ഇപ്പോൾ സമയമായപ്പോൾ ഇപ്പോൾ ഡേറ്റ് മാറ്റി അവർക്ക് വേണ്ട, നിങ്ങൾ അത് മറിച്ച് കൊടുത്തോ, ഞങ്ങൾ തന്ന കാശ് വല്ലപ്പോഴും തന്നുവെച്ചാൽ മതി എന്ന് പറഞ്ഞ് അവർ സ്കൂട്ടായി പോവുകയാണ്. അവർ കാശില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെന്താ നമുക്ക് പറ്റിയിരിക്കണത് ഈ 50 ലക്ഷം കിട്ടിയിട്ട് നമ്മൾ 50 പേരോട് പറഞ്ഞിട്ടുണ്ട്, അഡ്വാൻസ് തന്നിട്ടുണ്ട്, ഇതാം തീയതി പ്രമാണമാണ്, കാശ് കിട്ടിയ ഉടനെ തരാമെന്ന്. ഇപ്പോൾ അവന്മാരെല്ലാം ഇങ്ങനെ പാമ്പ് കൊത്താമണ പോലെ നമ്മൾ കൊത്താൻ വരും. ദിസ് ഈസ് അവർ സിറ്റുവേഷൻ. അതാണ് സിറ്റുവേഷൻ. ഈ സിറ്റുവേഷൻ എല്ലാം കവർ ചെയ്തുകൊണ്ടാണ് ബൈബിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ പരാജയങ്ങളോ ആകസ്മികമായി ഉണ്ടാകുന്ന തകർച്ചകളോ എല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ബൈബിൾ മുന്നോട്ട് പോകുന്നത്. അതാണ് നീ ആജ്ഞയിലൂടെ നടക്കത്തില്ലെന്ന് പറഞ്ഞോ ഇല്ലല്ലോ. ഐസയ 43:2 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 43:2 സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ആദ്യത്തെ വായിച്ചേ. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. എന്താ സമുദ്രം എന്ന് പറഞ്ഞ? കണ്ണീര് സമുദ്രമാക്കി പോകണേ. കരച്ചിന്റെ കാലമാണ് പറയണത്. അല്ല നമ്മളാരും ഇങ്ങനെ സമുദ്രത്തിലൂടെ വണ്ടിയും വള്ളവും പിടിച്ചു പോണ കേസല്ല. കണ്ണീരിന്റെ കാലമാണ് ഈ പറയണത്. മനസ്സിലായില്ലേ? കണ്ണീരിന്റെ കാലത്തിലൂടെ നീ കടന്നു പോയാലും കണ്ണീരിന്റെ കാലത്തിലൂടെ നീ കടന്നു പോയാലും വായിച്ചോളൂ. ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയുമില്ല. അഗ്നിയിലൂടെ നടക്കുമ്പോൾ നിനക്ക് പൊള്ളലേൽക്കുകയില്ല. എന്തുകൊണ്ടാണ് നദിയിലൂടെ നടക്കുമ്പോൾ മുക്കിക്കളയാത്തത്? അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മുക്കിക്കളയത്തില്ല. അപ്പം നിങ്ങൾ ഓർക്കുന്നത് നമ്മളെ പെരിയാറിലൂടെ പമ്പാ നദിയിലൂടെ പോണ കേസല്ല, കടമാണ് ഈ വിഷയം. മനസ്സിലായില്ലേ? 44 കഴിഞ്ഞ ദിവസത്തെ ഒരു സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 44 കോടി രൂപ കടമാണ്. ഇപ്പം 44 കോടിക്ക് ഓരോരുത്തർക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് മുമ്പിൽ വരികയുമ്പോഴാണല്ലോ ഇത് നദിയായിട്ട് മാറണത്. അപ്പം 44 കോടി രൂപ കടമാണ്. ആ സാക്ഷ്യം യൂട്യൂബിലുണ്ട്. അവ എന്താ സംബന്ധിച്ച കൊറോണ വന്നപ്പോൾ അവിടെ കമ്പനിയുടെ അടച്ചുപൂട്ടില്ലേ അല്ലേ? അടച്ചുപൂട്ടിയോട് കൂടി പിന്നെ ലോണൊക്കെ എടുത്തപ്പോൾ കൂടിപ്പോയില്ലേ, പലിശ കൂടിയില്ലേ? ബാങ്കുകാരൻ ഇപ്പോഴും നമുക്ക് ഒന്നും വകവെച്ച് തരണില്ലല്ലോ. സർക്കാർ തരാമെന്ന് പറഞ്ഞാൽ സർക്കാർ ബാങ്ക് ചെല്ലുമ്പോൾ ബാങ്കുകാർ പറയും സർക്കാർ ഇപ്പോൾ തരാമെന്ന് പറഞ്ഞ കേസ് പൈസ തന്നിട്ടില്ലെന്ന് പറയും. അത് നിങ്ങൾക്ക് ലോൺ തരാൻ പറ്റത്തില്ലെന്ന് പറയും. എല്ലായിടത്തും ഇല്ല എന്നല്ല പറയണത്, എല്ലാം ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ സർക്കാർ തരാമെന്ന് പറഞ്ഞ കൊറോണ വിഹിതമായിട്ട് തരാമെന്ന് പറഞ്ഞ പൈസ അടച്ചിട്ടില്ല. അവിടെ എന്താണ് ഇല്ല എന്നല്ല പറയണത്, ഇല്ല അല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് പൈസ തരാൻ, ലോൺ തരാൻ പറ്റത്തില്ല. ഈ ഇല്ല അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് പുതിയ നിയമം തുടങ്ങണത്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇല്ലയാണേ. ആ പുരാതനമായി ഇല്ലേ, ഇന്ന് ആധുനികമായി ഇല്ലായിലേക്ക് പ്രവേശിക്കുന്നത് എല്ലാം ഇല്ല തന്നെ വിഷയം.
ഒരു ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അർത്ഥം ദൈവത്തെ അവിടെ ഇടപെടുത്തണമെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തെ ഇടപെടുത്താൻ പറ്റിയ കറക്റ്റ് ഫോർമുലയാണ് അമ്മ പറയണത്. എന്താണ്? ദൈവത്തെ ഇങ്ങനെ വിളിച്ചപേക്ഷിച്ച് ഇടപെടാൻ പറ്റുന്ന കേസല്ല. പിന്നെന്താണ്? അവൻ പറയണ പോലെ ചെയ്യണം. അതാണ് ഉടമ്പടി. കൈയിടിച്ച് കർത്താൻ ശ്രദ്ധിക്കുക. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അവൻ പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് ഞങ്ങളെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇല്ല എന്ന് പറയുന്ന സ്ഥലങ്ങളിലൂടെയും അതുപോലെ തന്നെ ഈ ശബ്ദത്തിലൂടെ കടന്നു പോകും, നദിയിലൂടെ കടന്നു പോകും. അപ്പോഴെന്താ പറയണത്? ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ദാറ്റ്സ് എ പോയിന്റ്. അവിടെ അണ്ടർലൈൻ അവിടെയാണ്. എന്താണ്? നീ ശബ്ദത്തിലൂടെ കടന്നു പോകും. പറഞ്ഞേ, ഈ സമുദ്രത്തിലൂടെ കടന്നു പോകും. കണ്ണീരിൻ്റെ കാലത്തിലൂടെ കടന്നു പോകുന്നതായി പറയണത്. പിന്നെ എന്ത് ചെയ്യും? ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഇപ്പം കണ്ണീരിൻ്റെ കാലം, നാളെ ചിരിയുടെ കാലം വരും. ചിലപ്പോൾ കർത്താവ് കൂടെ ഉണ്ടാകുന്ന നിർബന്ധമില്ല. നിങ്ങളൊന്ന് ചിന്തിക്കണേ, നാളെ ചിരിയുടെ കാലം വരും. ചിരി മാത്രം ഉണ്ടാകും, കർത്താവ് ഉണ്ടാകത്തില്ലേ? പക്ഷെ കണ്ണീരിന്റെ കാലത്ത് നിന്നെ ചേർത്ത് നിർത്തുന്ന ദൈവമാണ് നിന്റെ ദൈവം. കൈയിടിച്ച് കർത്താവിനെ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ കണ്ണീരിന്റെ കാലത്ത് നമുക്കിപ്പോൾ ആ ചേട്ടൻ പറഞ്ഞില്ലേ, നെവിൻ ജോസഫ് എന്താ പറയണത്? എൻ്റെ കണ്ണീരിൻ്റെ കാലമാണ്, ഞാൻ പരീക്ഷയ്ക്ക് തോറ്റു, എനിക്ക് പൊള്ളൽ അനുഭവിച്ചു, പക്ഷേ എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് എന്താ കാരണം? നീയിലൂടെ നടക്കും, അല്ലെ ശബ്ദത്തിലൂടെ നടക്കും. കാര്യം എന്താണ്? ശബ്ദം നിന്നെ മുക്കിക്കളയത്തില്ല. കാര്യം എന്താണ്? ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ദാറ്റ്സ് എ പ്രസൻസ് ഓഫ് ഗോഡ്. മനസ്സിലായില്ലേ? ഉടമ്പടി നിങ്ങൾക്ക് നൽകുന്നത് പരീക്ഷയ്ക്ക് നിങ്ങൾ തോറ്റാലും നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കാൻ ഇനി സമയമുണ്ടെങ്കിലും നിന്റെ ദൈവം നിന്നെ വിട്ടുപോകാതെ നിൽക്കാൻ കൈയിടിച്ച് കർത്താവ്. അപ്പോൾ മറ്റ് പ്രാർത്ഥനാ രൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഉടമ്പടിയിലുള്ള പ്രത്യേക അപ്ഡേഷൻസ് എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് ഗോഡ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. മനസ്സിലായില്ലേ? പ്രസൻസ് ഓഫ് ഗോഡ് എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം. അത് നിൻ്റെ ഈ കണ്ണുനീര് വറ്റണ വരെ, തുടച്ചു നീക്കണ കാലം വരെ ദൈവം നിന്നെ മുറുകെ പിടിച്ചുകൊണ്ട് നടക്കും. അതിന് ഏറ്റവും ടോപ്പ് സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യുന്നത് അമ്മയാണ്. അമ്മ ഇങ്ങനെയുള്ള കണ്ണീരിൻ്റെ കാലത്ത് ഒരിക്കലും നെഗറ്റീവ് സംസാരിക്കത്തില്ല. നിങ്ങളെപ്പോഴും ചെയ്യണം. നിങ്ങളെപ്പോഴും അമ്മ മാക്സിമം ചെയ്താൽ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. അത്രയേ ഉള്ളൂ. 2:19, 2:52 അതാണ്. 2:19, 2:52 എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് കണ്ണീരിൻ്റെ നനവ് തോന്നിയ നിമിഷങ്ങളെല്ലാം അമ്മ ചുണ്ടുകൂട്ടിക്കളയും, ഹൃദയത്തിൽ സംഗ്രഹിക്കും. എന്താ കാര്യം? ഹൃദയത്തിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. തൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് അമ്മയ്ക്ക് പെട്ടെന്ന് കണക്ഷൻ കിട്ടും. ഇങ്ങനെ കണക്ഷൻ കിട്ടണം. എന്തെങ്കിലും തകർച്ചയൊക്കെ വന്നപ്പോഴേ പെട്ടെന്ന് കണക്ഷൻ കിട്ടണം. ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാഞ്ഞിട്ടല്ല പ്രശ്നം, കണക്ഷൻ കിട്ടാത്തത് കൊണ്ടാണ് പ്രശ്നം. ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാഞ്ഞിട്ടല്ല. നീ വെട്ടിപ്പം മെനവായിട്ട് ജീവിച്ചാൽ ദൈവം നിൻ്റെ ഹൃദയത്തിലുണ്ട്, പക്ഷെ നിന്നെ കണക്ട് ചെയ്യാൻ പറ്റില്ല. മനസ്സിലല്ലേ? അതാണ് പ്രശ്നം. ഇപ്പം നിൻ്റെ അമ്മ അല്ലെങ്കിൽ നിൻ്റെ അപ്പൻ കുഞ്ഞുങ്ങളിവിടെയൊക്കെ ഇവിടെ എവിടെയെങ്കിലും തിരക്കിലുണ്ടെന്ന് വിചാരിച്ചോ, നിനക്ക് കണക്ഷൻ കിട്ടണം. അതിന് അവിടെ വൈഫൈ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നെറ്റ് ഉണ്ടാകണം. കുറേ പ്രശ്നങ്ങളുണ്ട്. അത് രണ്ട് ആളുള്ളതും നമുക്ക് അനുഭവിക്കുന്നതും നമ്മളെ സംബന്ധിച്ചിടത്തോളം കണക്ഷൻ കിട്ടുന്നൊരു വിഷയമാണ്. ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാണ്ടിരിക്കണമല്ല പ്രശ്നം, നമുക്ക് കണക്ഷൻ കിട്ടണില്ലെന്നാണ് പ്രശ്നം. അത് നമ്മുടെ സെറ്റിൻ്റെ കുഴപ്പമോ നെറ്റില്ലാത്ത പ്രശ്നമൊക്കെയാണ്. മനസ്സിലായില്ലേ? അതെപ്പോഴും ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, കർത്താവ് ദൈവമേ, എൻ്റെ ജീവിത പ്രശ്നങ്ങളിലെ പരിശുദ്ധ അമ്മയെ പോലെ പെട്ടെന്ന് കണക്ഷൻ കിട്ടാൻ നിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ എന്നെ പ്രത്യേകമായ വിധത്തിലെ അഭിഷേകം ചെയ്യണമേ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് വേണ്ടത് എന്താണെന്നറിയാമോ? ഓർമ്മശക്തിയാണ്. ഓർമ്മശക്തി എന്ന് പറയുന്നത് ഈ ആൽഷിമേഴ്സ് വന്ന് ആൾക്കാർ ഭാര്യ ആരാണ് പെങ്ങളല്ലാതെ ഇങ്ങനെ ബുദ്ധിബോധമില്ലായിരിക്കണില്ല. ആ ഓർമ്മ അല്ല ഞാൻ പറയാം, അത് മനുഷ്യ ഓർമ്മ അതല്ല. പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ഓർമ്മയുണ്ട്, പരിശുദ്ധാത്മ നൽകുന്ന ഓർമ്മ. ഞാൻ പഠിപ്പിച്ചിട്ടല്ല, നിങ്ങൾ അനുസ്മരിപ്പിക്കൊന്നുമില്ലേ? വായിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ.
ശ്രുതികട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വരുമ്പോൾ ഞാൻ പഠിപ്പിച്ചതല്ല നിങ്ങളെ അനുസ്മരിപ്പിക്കും. യോഹന്നാൻ 14:26. യോഹന്നാൻ 14:26 വായിച്ചോളൂ. എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അനുസ്മരിപ്പിക്കുക എന്നാണ് പറയണത്. ആധ്യാത്മിക ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് ഇപ്പം തന്നെ നമ്മളൊരു പ്രത്യേക ഒരു പ്രതിസന്ധി കൂടി കടന്നു പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. ഇടയ്ക്ക് ഞാൻ അത് പറഞ്ഞാണ് പ്രസംഗത്തിൽ. എന്നാൽ ഞാൻ ഇപ്പോൾ ഓർത്തുകൊണ്ട് ഈ അനുസ്മരിപ്പിക്കുന്നതിന് ഉദാഹരണം പറയാം. ഇവളുടെ പാസ്പോർട്ട് റിജക്റ്റായിപ്പോയി. അപ്പോൾ പുതിയ പാസ്പോർട്ട് വേണം. പ്രോസസ്സിങ്ങിൽ ഇരിക്കുകയാണ്. ആ സമയത്താണ് പാസ്പോർട്ട് മിസ്റ്റേക്ക് കണ്ടെത്തിയിട്ട് ഫോറിൻ രാജ്യത്ത് നിന്ന് പാസ്പോർട്ട് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ എംബസി ചെന്ന് പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് പറഞ്ഞു ഇത് കള്ളത്തരമാണ്, അങ്ങനെയൊന്നുമില്ല, ഇത് കറക്റ്റാണെന്ന് ഇവർ പറയണം. പക്ഷേ അവർ പറഞ്ഞത് കറക്റ്റല്ലെന്ന് പറയണം. അപ്പോൾ ഇവളെ എന്ത് ചെയ്യാനാണ്? ഫോറിൻ രാജ്യത്ത് റിജക്റ്റ് ചെയ്ത് ഇന്ത്യക്കാരന് പാസ്പോർട്ട് ഓഫീസ് അംഗീകരിക്കണമില്ല. ഇവിടെ പാസ്പോർട്ട് ഓഫീസിൽ ബാധിക്കുക വെറുതെ വിഷമിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് പരിശുദ്ധാത്മ പ്രവർത്തിച്ച് പറയും മുകളിൽ ഒരാളിരിപ്പുണ്ട്, അയാളുടെ നിന്ന് സംസാരിക്കാൻ പറയും. ഹയർ അതോറിറ്റി ഉണ്ടെന്ന്. അതാണ് ഓർമ്മശക്തി എന്ന് പറയുന്നത്. പെട്ടെന്ന് ആ ക്രൈസിസിനെ നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ പോരേണ്ടി വരും. ആരോട് പറയാനാണ്? എന്തറിയാൻ പാടില്ലാതെ കാര്യം. നമുക്ക് അറിയണതല്ല പ്രശ്നം, അറിയണത് അനുസ്മരിപ്പിച്ച് കിട്ടുന്നതാണ് പ്രശ്നം. പറഞ്ഞ മനസ്സിലായില്ലേ? എല്ലാ കാര്യവും എല്ലാവർക്കും അറിയാവേ, പക്ഷേ തക്ക സമയത്ത് ഓർപ്പിച്ച് കിട്ടത്തില്ല. അതാണ് വിഷയം. എല്ലാ കാര്യവും എല്ലാവർക്കും അറിയാം, പക്ഷേ ഓർമ്മയെന്ന് പറഞ്ഞ മെക്കാനിസം പെട്ടെന്ന് വർക്ക് ചെയ്യത്തില്ല. ഓ ശരി, ഞാനത് ഓർത്തില്ല ഞാനപ്പോൾ അത് ഓർത്തില്ലെന്ന്. അതാണ് വിഷയം. അതിനു വേണ്ടിയാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 14:26 ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കും. പ്രാർത്ഥിച്ച്. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്റെ മിസ്സിംഗ് ടൈമിലെ എന്നെ ഓർപ്പിച്ചു തരാൻ എന്നെ വിശേഷ വിധിയായി അഭിഷേകം ചെയ്യണമേ. എൻ്റെ പേര് ഷെൻസിമോൾ ബേബി. എൻ്റെ വീട് കുമളി, ഇടുക്കി ജില്ലയിൽ. ഞാൻ ഇപ്പോൾ വരുന്നത് ജർമ്മനിയിൽ നിന്നാണ്. ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞിട്ട് വീട്ടിൽ പോകാമെന്ന് കരുതി വന്നതാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2023 ഒക്ടോബർ മാസം 10-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കാനായിട്ടുണ്ടായൊരു സാഹചര്യം, ഞാൻ 2023 ജനുവരി മുതൽ നോർക്ക വഴി തിരുവനന്തപുരത്ത് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം മാർച്ച് മാസം മുതൽ തന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇൻ്റർവ്യൂ വരുന്നുണ്ടായിരുന്നു. ഒക്ടോബർ മാസം വരെ ആയിട്ടും എനിക്ക് ഒരു ഇൻ്റർവ്യൂ പോലും വന്നില്ല. കാരണം എൻ്റെ ലാസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു ഒപ്താൽമോളജി ക്ലിനിക്കിലായിരുന്നു. ഞാൻ അതുകൊണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത്. 10-ാം തീയതി ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ മാതാവിനോട് ഒത്തിരി കാര്യങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു. എൻ്റെ നിയോഗം ഞാൻ എഴുതുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ മാതാവിനോട് സംസാരിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, അമ്മേ എനിക്കൊരു ഹോസ്പിറ്റലിൽ ജോലി കയറാനായിരുന്നു ആഗ്രഹം. ഇനി അതിനൊരു സാധ്യതയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ഓൾഡേജ് ഹോമിലാണെങ്കിലും കുഴപ്പമില്ല, അമ്മയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ, ഇത് അമ്മയുടെ ഒരു തീരുമാനമായിരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അമ്മയ്ക്ക് ഞാനത് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തു. വളരെ അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേ ദിവസം രാവിലെ 10 മണിയായപ്പോൾ എനിക്കൊരു മെയിൽ വന്നു. ജർമ്മനിയിലെ നമ്മുടെ ലോകത്തിലെ ഹെൽത്ത് കെയറിൽ 94-ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന 2022-2023 കാലത്തിലെ സെൻസസ് പ്രകാരം 94-ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ് എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഉള്ള ഒരു മെയിൽ വന്നത്. ഞാൻ ഈശോയ്ക്ക് അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറഞ്ഞു. അതിനുശേഷം നവംബറിൽ അതിൻ്റെ ഇൻ്റർവ്യൂ നടന്നു. ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ തന്നെ എനിക്ക് പാസ്സാകാൻ സാധിച്ചു. അതിന് ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ ഈ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് വെഞ്ചരിച്ച കാശുരൂപവും വിശുദ്ധ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ചിരുന്നു. അതിനുശേഷം ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഞങ്ങളുടെ പ്രോസസ്സിങ് കുറച്ച് ഡിലേ ആയിരുന്നു. എന്നിരുന്നാലും ഞാൻ വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ജനുവരി മാസം 16-ാം തീയതി ആയപ്പോൾ ഞാൻ എൻ്റെ 1ാമത്തെ ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ നേരം
ഒരുപാട് സമയം പ്രാർത്ഥിക്കാൻ വേണ്ടിയും ആലോചിക്കാൻ വേണ്ടിയും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആ സമയം ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു, ഏപ്രിൽ മാസം ആകുമ്പോൾ എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പൂർത്തിയാകും. ദൈവമേ, 2025 ഏപ്രിൽ മാസം ആകുമ്പോൾ എനിക്ക് ജർമ്മനിയിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സാകാൻ സാധിച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. കാരണം അവിടെ ചെന്നിട്ടാണ് B2 എഴുതുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു കടമ്പയായ രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു. അതിനെ ഞാൻ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതെൻ്റെ ആഗ്രഹമായിരുന്നു. കാരണം എനിക്കറിയില്ല, ഇവിടുന്ന് ഞങ്ങൾ പോകാൻ നേരം ഏകദേശം 18 മാസം സമയമെടുക്കും നിങ്ങളുടെ ഈ പ്രോസസ്സിങ്ങുകളെല്ലാം പൂർത്തിയാകാൻ എന്ന് ഞങ്ങൾക്കൊരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വളരെ അത്ഭുതമെന്ന് പറയട്ടെ, പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം എനിക്ക് B2 ജനുവരി ആയപ്പോൾ ക്ലിയർ ചെയ്യാൻ പറ്റി. അതിലും ഏറ്റവും വലിയൊരു അത്ഭുതമെന്ന് പറയുന്നത്, അവിടെ രജിസ്റ്റേർഡ് നേഴ്സാകുന്നുള്ള എക്സാം ഒരാൾക്ക് 2 ചാൻസേ ഉള്ളൂ. അപ്പം നമ്മുടെ ഇവിടുത്തെ സർട്ടിഫിക്കറ്റുകളും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളും എല്ലാം നമ്മൾ റെക്കഗ്നീഷനും ചെയ്യണം. അതായത് സർട്ടിഫിക്കറ്റുകളൊക്കെ അവർ കാൽക്കുലേറ്റ് ചെയ്യും. ഇവിടുത്തെ നമ്മൾ ഇന്ത്യയിൽ പഠിച്ച മണിക്കൂറുകളും ജർമ്മനിയിൽ പഠിച്ച മണിക്കൂറുകളും തമ്മിൽ അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർ പറയും നമുക്ക് എത്ര മണിക്കൂറുകളാണ് കുറവുള്ളത്. അതനുസരിച്ച് നമ്മൾ അവിടെ ചിലപ്പോൾ ഒരു 9 മാസം അല്ലെങ്കിൽ 6 മാസം നമ്മൾ പഠിക്കുകയും പ്രാക്ടിക്കൽ ചെയ്യുകയും ഒക്കെ ചെയ്യണം. എനിക്ക് വെറും 6 വർഷത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ ഒഫീഷ്യലി കാണിക്കാൻ വേണ്ടി. എനിക്ക് ടീച്ചിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും നമുക്ക് ക്ലിനിക്കലി കാണിക്കാൻ പറ്റില്ല. എൻ്റെ കൂടെയുള്ളവർക്ക് 12 വർഷവും 16 വർഷവും MSc എടുത്തവരും സ്പെഷ്യലൈസ് ആയിട്ട് വേറെ കോഴ്സുകൾ ചെയ്തവരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വെറും 6 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് ഒരു മെയിൽ വന്നിരിക്കുകയാണ് അവിടുത്തെ ഗവൺമെൻറ്റിൽ നിന്ന്, ഡയറക്റ്റായിട്ട് വിത്തൗട്ട് എക്സാം ഞാൻ രജിസ്റ്റേർഡ് നേഴ്സാകും. അതിന് വേണ്ടിയിട്ട് എനിക്ക് B2 സർട്ടിഫിക്കറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. കാരണം ഞാനിവിടെ പഠിച്ചിരിക്കുന്ന അവേഴ്സും എൻ്റെ എക്സ്പീരിയൻസും ഈക്വലാണ് ഈ ഒരു ക്വാളിഫിക്കേഷനെന്ന്. ശരിക്കും അത് പരിശുദ്ധ അമ്മയുടെ മാത്രം ഇടപെടലാണ്. കാരണം ഇതിനേക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവരും ക്വാളിഫൈഡ് ആയിട്ടുള്ളവരും പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്തവരും ഒക്കെ ഉണ്ടായിട്ടും പരിശുദ്ധ അമ്മ എന്നെ തിരഞ്ഞെടുത്തത്, എന്നെ അമ്മയുടെ മകളാക്കി അമ്മ അംഗീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ്. അതുപോലെ തന്നെ ജനുവരിയിൽ ഞാനിവിടെ വന്നപ്പോൾ ആഗ്രഹിച്ചിരുന്നു, ഞാൻ തിരിച്ചു കയറി പോകുന്നതിന് മുന്നേ എനിക്കൊരു NRI ഉടമ്പടി എടുത്തിട്ട് പോകണമെന്ന്. അത് മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് പരിശുദ്ധ അമ്മയുടെ ഒരു സംരക്ഷണം എപ്പോഴും ആവശ്യമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. ഒരിക്കലും ഈ ഉടമ്പടിയിൽ നിന്ന് മാറിപ്പോകാനോ വേറൊരു തടസ്സങ്ങളുണ്ടാകാനോ ഒന്നും ഇടയാകരുതേ. ഒരു ദൈവികമായ അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഏപ്രിൽ മാസം എനിക്ക് പുതുക്കാമായിരുന്നു, പക്ഷെ ഞാൻ 1 മാസത്തോളം വെയിറ്റ് ചെയ്തു. അല്ലെങ്കിൽ എനിക്ക് എപ്പോഴാണോ വിസ വരുന്നത് അന്ന് ഇവിടെ വന്ന് NRI ഉടമ്പടി എടുത്തിട്ടേ പോകത്തുള്ളൂ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 1 മാസത്തോളം ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു ഈ ഒരു NRI ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എനിക്ക് മെയ് മാസം അവസാനത്തെ ആഴ്ചയാണ് വിസയും പാസ്പോർട്ടും കിട്ടിയത്. മെയ് മാസം 31-ാം തീയതിയാണ് ഞാനിവിടെ വന്ന് NRI ഉടമ്പടി എടുക്കുന്നത്. ആ സമയത്ത് എനിക്ക് പരീക്ഷയൊക്കെ ജയിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ നിയോഗം പരിശുദ്ധമേ, ഞാൻ എവിടെ പോയാലും അമ്മ എൻ്റെ കൂടെ വരണം, എന്നെ സംരക്ഷിക്കണം എന്നൊക്കെയായിരുന്നു. കാരണം നമ്മൾ എത്ര നിയോഗം എഴുതിയാലും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരണേ, എൻ്റെ കൂടെ വരണേ എന്നുള്ളതായിരുന്നു. ഞാനൊരു കാര്യത്തിനും അമ്മയോട് തെളിവുകൾ കാണിച്ചു തരണേ എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ വളരെ അത്ഭുതമെന്ന് പറയട്ടെ, അന്ന് എനിക്ക് പരിശുദ്ധ അമ്മയെ എടുക്കാനായിട്ടുള്ള അനുഗ്രഹം കിട്ടി. അപ്പം ഞാൻ 100% ഉറപ്പിച്ചു, എൻ്റെ ഫയലിൽ അമ്മ പച്ചമഷിക്ക് ഒപ്പിട്ടിട്ടുണ്ട്, പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം എനിക്ക് എന്നും ഉണ്ടാകും എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിച്ചു. അതുപോലെ തന്നെ അന്ന് തന്നെ എനിക്ക് അച്ഛനെ കണ്ടൊരു ബ്ലെസ്സിങ് മേടിക്കാനായിട്ടുള്ളൊരു അവസരം കിട്ടി. അങ്ങനെയാണ് ഞാൻ ഇവിടുന്ന് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞും എനിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ B2 എഴുതി ആദ്യത്തെ അറ്റംപ്റ്റിൽ എനിക്ക് റൈറ്റിംഗ് സെക്ഷൻ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. 2ാമത് എഴുതിയപ്പോഴാണ് അത് കിട്ടിയത്. ഞാൻ ഈ എക്സാമിന് പോയ സമയത്ത് ഉടമ്പടി തൈലം അവിടെ എക്സാം സെൻറ്ററിലിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ, ഇനി ഒരു എക്സാം എഴുതാൻ വരാൻ വേണ്ടിയിട്ട് ഇടയാകരുത്, എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. വളരെ നല്ല മാർക്ക് മേടിച്ച് ജയിക്കാൻ വേണ്ടി അമ്മ എനിക്ക് അനുഗ്രഹിച്ചു. അതിന് ഞാൻ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ എൻ്റെ നെറ്റിയിൽ ഉടമ്പടി തൈലം പുരട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഉടമ്പടി തൈലം എൻ്റെ എക്സാമിൻ്റെ പേപ്പറിൻ്റെ ഏറ്റവും മണ്ടയിൽ ആർക്കും മനസ്സിലാകാത്ത വിധത്തിൽ എല്ലാ ആൻസർ പേപ്പറിലും ഞാനത് കുരിശിൻ്റെ അടയാളം വരച്ച് പ്രാർത്ഥിച്ചു, മാതാവിനെ ഏൽപ്പിച്ചു. അതുപോലെ തന്നെ ഞാൻ മറ്റൊരു വലിയ പ്രശ്നത്തിൽ കൂടി കടന്നുപോയത്, ഞങ്ങളവിടെ ഹോസ്റ്റലിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ കിച്ചണിലുള്ളൊരു പൈപ്പിൽ ചെറിയൊരു ലീക്ക് ഉണ്ടായിരുന്നു, പൈപ്പിൽ ചെറിയൊരു ക്രാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പച്ചവെള്ളം ഉപയോഗിക്കുമ്പോൾ അത് വരില്ല, പക്ഷേ അവിടെ തണുപ്പായതുകൊണ്ട് ചൂടുവെള്ളം ഉപയോഗിക്കുമ്പം അതിൽ കൂടി ചെറുതായിട്ട് ലീക്ക് വരും. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളത് അത്ര ശ്രദ്ധിക്കില്ല. പക്ഷേ എന്നാലും ഭാവിയിൽ എനിക്കതൊരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് കരുതി ഞാൻ ജൂൺ 14-ാം തീയതി 4-ാം തീയതിയാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ജൂൺ 14-ാം തീയതി ഞാൻ അവർക്കൊരു മെയിൽ അയച്ചു, ചെറിയൊരു ക്രാക്കുണ്ട്, ഇത് എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, പക്ഷേങ്കിൽ ഭാവിയിൽ എനിക്കൊരു പ്രശ്നം വരാതിരിക്കാൻ ഞാൻ ഇൻഫോം ചെയ്തതാണെന്ന് പറഞ്ഞു. പക്ഷേ അവിടുത്തെ സിസ്റ്റം അനുസരിച്ച് അവിടുത്തെ ടെക്നീഷ്യന്മാർ വന്നു, അവിടുത്തെ ഇൻഷുറൻസ് കമ്പനിയിലെ ആൾക്കാർ വന്നു, ഹോസ്റ്റലിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ വന്നു, അങ്ങനെ പല ആൾക്കാർ വന്ന്
ചെക്ക് ചെയ്തിട്ട് നവംബർ അവസാനം എനിക്കൊരു മെയിൽ വരികയാണ്, ആ പ്രശ്നത്തിന് കാരണം ഞാനാണ് പൈപ്പ് ബ്രേക്ക് ചെയ്തത്, അതുകൊണ്ട് അതിന് എത്ര കോസ്റ്റ് വന്നാലും അത് ഞാൻ അടയ്ക്കണമെന്നായിരുന്നു അവർ പറഞ്ഞത്. പക്ഷേ എനിക്കറിയില്ല അത് എങ്ങനെയാണത് സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അപ്പം തന്നെ ഒരു ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ആ പൈപ്പിൻ്റെ എമൗണ്ട് വന്നത് 1125 യൂറോ ആണ്. അതായത് നമ്മുടെ നാട്ടിലെ 1,10,000-ന് മുകളിൽ വരും ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. കാരണം ആ പൈപ്പിന് സെൻസർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പല മീറ്റിങ്ങുകളൊക്കെ അവരെന്നെ വിളിച്ചു. ആ സമയത്തൊക്കെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എനിക്ക് ശരിക്കും ആ സമയം ഭാഷ അറിയില്ല, എവിടെ സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം എന്ന് പറയില്ല. അവരൊക്കെ അവർ ഓൾറെഡി കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മളത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമ്മളെ സഹായിക്കാനും ആരുമില്ല. അങ്ങനെ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഡിസംബർ അവസാനം. അങ്ങനെ ഫൈനലായിട്ട് പിറ്റേ ദിവസം ഒരു മീറ്റിങ്ങിനെ എല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ രാത്രി ഒരു 11:30 ആയിട്ടും എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ബൈബിൾ എടുത്ത് വെച്ചിട്ട് പറഞ്ഞു, മാതാവേ, സത്യത്തിന് വേണ്ടി നിലകൊണ്ടാൽ നിനക്ക് വേണ്ടി ഞാൻ ധീരമായിട്ട് പൊരുതും, നീ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പരിശുദ്ധ അമ്മ ഇതിലൊരു വലിയ ഇടപെടൽ നടത്തണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് അവർക്ക് കാണിക്കാൻ തെളിവുകളൊന്നുമില്ലായിരുന്നു. പക്ഷേ അതിന് ശേഷമാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്, ഞാൻ ആദ്യത്തെ ദിവസം ആ റൂമിൽ കയറിയപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോയിൽ ഈ പൈപ്പിൻ്റെ പിക്ചർ ഉണ്ടായിരുന്നു. ആ ഫോട്ടോയുടെ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ നമുക്ക് ഡേറ്റ് അറിയാൻ പറ്റും, ഡേറ്റും ടൈമും. പിറ്റേ ദിവസത്തെ മീറ്റിങ്ങിന് പോയപ്പോൾ അത് ഏറ്റവും വലിയൊരു എവിഡൻസ് ആയിട്ട് എനിക്കത് സബ്മിറ്റ് ചെയ്യാൻ പറ്റി. രാവിലെ 10 മണിക്കായിരുന്നു മീറ്റിംഗ്. ഉച്ചയ്ക്ക് 3 മണിയായപ്പോൾ HR-ൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പെട്ടെന്ന് തിരിച്ചു വരണം, ബില്ല് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. ഏകദേശം 360 യൂറോ അടയ്ക്കണം എന്നായിരുന്നു അവർ പറഞ്ഞത്. ഞാൻ ഈ പ്രശ്നത്തിൻ്റെ പുറകെ നടന്ന് ഒരുപാട് തളർന്നിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞാനത് അടച്ചോളാം എന്ന് പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ നിനക്ക് പോസ്റ്റിൽ കൂടി ഒറിജിനൽ ബില്ല് വരുമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. HR-ൽ നിന്ന് അതിൻ്റെ അടുത്ത ദിവസം എന്നെ വീണ്ടും വിളിച്ചിട്ട് പറയുകയാണ്, ഈ പ്രശ്നത്തിൽ നീ നിരപരാധിയാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷേ ഇത് ഹയർ അതോറിറ്റിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. നിൻ്റെ എക്സാം ഫീസായ 200 യൂറോ കൂടി നീ അടയ്ക്കണ്ട, അതിനേക്കാളും കുറച്ചിട്ടുള്ള 160 യൂറോ മാത്രം നീ അടച്ചാൽ മതി എന്ന് പറഞ്ഞ് അത്രയും വലിയൊരു എമൗണ്ടിൽ നിന്ന് ഏകദേശം 10-ൽ 1 അംശമായിട്ട് കുറച്ച് മാതാവ് എന്നെ സഹായിച്ചു. അതിനുശേഷം എനിക്ക് മാർച്ച് ഏപ്രിൽ മാസം ആയപ്പോഴായിരുന്നു രജിസ്റ്റേർഡ് നേഴ്സ് എക്സാമിൻ്റെ ആ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. B2 എക്സാം ഫെബ്രുവരി ആയപ്പോൾ ക്ലിയർ ചെയ്തു, സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടി. 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഡയറക്റ്റ് ഉർക്കുണ്ട എന്ന് പറയും അവിടുത്തെ രജിസ്റ്റേർഡ് സർട്ടിഫിക്കറ്റ്, അത് ബൈ പോസ്റ്റിൽ എനിക്ക് കിട്ടി. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. കാരണം 2 അറ്റംപ്റ്റേ ഉള്ളൂ, അതുപോലും എഴുതാതെ മാതാവ് എനിക്കത് ഡയറക്റ്റായിട്ട് തന്നു. അതിനുശേഷം ഞാൻ ഈ 2024 ജനുവരിയിൽ ഇവിടെ വന്ന് 2ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നു, മാതാവേ 25 ഏപ്രിൽ 30-ന് മുന്നേ എനിക്കൊരു രജിസ്റ്റേർഡ് നേഴ്സാകാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന്. അങ്ങനെ ഞങ്ങൾ വിസ മാറ്റിയടിക്കാൻ വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ 29-ാം തീയതി എനിക്ക് പുതിയ വിസ അടിച്ച് രജിസ്റ്റേർഡ് നേഴ്സായിട്ടുള്ള പുതിയ വിസ അടിച്ച് കിട്ടി. അന്ന് തന്നെ പുതിയ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാൻ സാധിച്ചു. അത് പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അപ്പം ഞാനിവിടെ ഇപ്പം നിൽക്കുന്നത് ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആയതിനു ശേഷമാണ്. പിന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ മെയ് മാസത്തിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയിൽ ചെറിയ തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇതുപോലെ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം അവത്തിൽ നിന്നൊക്കെ 1 മാസത്തിനുള്ളിൽ തന്നെ സൊല്യൂഷൻ കണ്ടെത്തി മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇത്രയും കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മ ഈശോ വഴി എനിക്ക് വാങ്ങിത്തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചത്. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങളുടെ പള്ളിയുടെ ഒരു അമ്മച്ചിമാർ താമസിക്കുന്ന ഒരു വൃദ്ധസദനമുണ്ട്. അവിടെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ സാധനങ്ങൾ മേടിച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ പൈസ കൊടുക്കുകയും അവർക്ക് പുതിയ ഡ്രസ്സുകളൊക്കെ മേടിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട്. എൻ്റെ അടുത്ത് സഹായം ചോദിച്ചു വരുന്ന ആരെയും ഞാൻ ഒരിക്കലും തള്ളിക്കളയാറില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ അവരെ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ പത്രപ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, ഞാൻ ഓരോ മാസവും ഓരോ ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് പത്രം കൊടുക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്ക് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ വാക്സിൻ എടുക്കാൻ ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അപ്പം ഞാൻ ആ പത്രമെല്ലാം ഹോസ്പിറ്റലിലാണ് കൊടുത്തത്. ഞാൻ ഇവിടുന്ന് ബംഗാളി പത്രവും ഹിന്ദി പത്രവും ഒക്കെ മേടിച്ചുകൊണ്ട് പോയി കൊടുത്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് വിസ അടിച്ച് കിട്ടിയത് കഴിഞ്ഞ വർഷം മെയ്യിലായിരുന്നു. എനിക്ക് വിസ അടിച്ച് കിട്ടിയ ആ സമയത്ത് ഞാൻ ഇവിടെ വന്ന് പത്രം മേടിച്ചിട്ട് യുവജനങ്ങൾക്ക്, അതായത് ഒരു 20-25 വയസ്സിൽ പുതുതായിട്ട് ജോലിയൊക്കെ നോക്കുന്ന അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ യുവജനങ്ങളെ സെലക്ട് ചെയ്ത് അവരോട് എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ബസ് സ്റ്റാൻഡിലും കോട്ടയത്തുമാണ് ഞാൻ ഈ പത്രം കൊടുത്തത്. ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്യുന്നത്. എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി ഇവിടെ നിന്നെത്തിയ പരിശുദ്ധ അമ്മയ്ക്ക്
കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ എൻ്റെ ഡ്യൂട്ടി കാര്യങ്ങൾ, ഞാനൊരു നേഴ്സാണ്, എനിക്ക് വിശേഷവിധിയായി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നു. അങ്ങനെ ഇന്നപ്പോഴാണ് എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്കായി പോയപ്പം നമ്മളെ ആരും സഹായിക്കാനില്ലെങ്കിൽ ഏതവസ്ഥയിലാണ് നമ്മൾ എത്തുന്നത് എന്നുള്ളൊരു വലിയ കാര്യം എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഈ ജർമ്മനിയിലൊക്കെ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായമായ മാതാപിതാക്കളെയൊക്കെ മക്കളൊന്നും അധികം ശ്രദ്ധിക്കാറില്ല. പക്ഷെ അവിടുത്തെ കൾച്ചർ അങ്ങനെ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ വരുന്ന എൻ്റെ പേഷ്യൻസിനോടൊക്കെ ഞാൻ ഒരുപാട് സംസാരിക്കുകയും ഈ മാതാവിനെക്കുറിച്ച് പറയുകയും ദൈവകാര്യങ്ങൾ പറയുകയും ദൈവം സഹായിക്കുമെന്നുള്ള കാര്യം പറയുകയും ഒക്കെ ചെയ്യാറുണ്ട്. എനിക്കതുകൊണ്ട് തന്നെ ഒത്തിരി വലിയ പോസിറ്റീവായിട്ടുള്ള പോയിൻറ്റുകൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ എൻ്റെ ഈ സ്വഭാവത്തിൽ വന്ന ഒരു മാറ്റം കൊണ്ടായിരിക്കും കഴിഞ്ഞ മാസം എനിക്കൊരു ഇൻ്റർവ്യൂ എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് അവരെടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ മാഗസിനിൽ എൻ്റെ ഫോട്ടോ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തിട്ടില്ല, അടുത്ത മാസമേ പബ്ലിഷ് ചെയ്യത്തുള്ളൂ. ഇതൊക്കെ പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹവും കരുണയായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി.